ഉമ്മാൻ്റെ പുറത്തുള്ള വിറകടുപ്പിലെ രണ്ടാമത്തെ വിഭവം ഒരു പായസമാണ്. അത് ഞാൻ ഉടനെ തന്നെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവണം, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പായസം. തേങ്ങാപ്പാലും പാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പ് നുറുക്കാണ്. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതായിരുന്നു. ആ വെള്ളത്തോടു കൂടെ തന്നെ ഞാനൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു 2ാം പാലിലും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അതിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എന്തായാലും മധുരം ചേർക്കുമല്ലോ. മധുരത്തിന് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഒട്ടും കടിയില്ലാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പായസം കുടിക്കുമ്പോൾ വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. അതുപോലെ പായസം കുടിക്കുന്ന സമയത്ത് അടിയിൽ പോയി കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വരണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കും. 2 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല പായസം ഉണ്ടാവും കേട്ടോ. ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള പായസം ഉണ്ടാവും. ഇതിങ്ങനെ വെന്ത് വരുന്നതിനനുസരിച്ച് ഇരട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം വീണ്ടും ചേർക്കണം എന്നുള്ളവർക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 5-8 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ചതച്ചിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം എല്ലാം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് അതിനൊരു കൊഴുപ്പൊക്കെ വരുന്ന ആ ഒരു പരുവം. അപ്പോൾ കണ്ടോ, നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിത് ശർക്കരയിലാട്ടോ ചെയ്തെടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ശർക്കരയിലൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലേ അതിൻ്റെ കറക്റ്റ് നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പായസം കിട്ടുള്ളൂ. ഈ ഓരോ സ്റ്റെപ്പ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. അതുപോലെ തയ്യാറാക്കി ചെയ്യുന്നവരുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു ശർക്കരയിലൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഈ ഒരു ശർക്കര പാനിയിലൊക്കെ ഇത് വരട്ടി അതിലെല്ലാ ഭാഗത്തേക്കും ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ 2ാം പാൽ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി 1ാം പാൽ ഒഴിക്കാൻ. അതുപോലെ തന്നെ ഞാൻ പശുവിൻ പാലും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് തേങ്ങാപ്പാലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ 2 തേങ്ങയുടെ പാലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പുറമെ ഇതിലേക്ക് 1 ലിറ്റർ പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലും തേങ്ങാപ്പാലും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമായിരിക്കും കേട്ടോ അത്. അപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് വീണ്ടും ഒരു തേങ്ങ കൂടെ എടുത്താലും മതി. 3 തേങ്ങ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 2 തേങ്ങയുടെ പാലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാലും ചേർത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. 1ാം പാൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറും പാലിൽ മാത്രവും ചെയ്യാം. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാലും ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഒരു പാലൊക്കെ തിളച്ച് വന്ന് ലാസ്റ്റ് ഞാൻ തേങ്ങാപ്പാലും കൂടെ 1ാം പാലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് ഐറ്റംസ് വറുത്തിടാനുണ്ട്. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുക. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പായസത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. അപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് നിങ്ങൾ പായസം തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്